ആ നെടുന്തൂണാണെന്ന് പറഞ്ഞിട്ട് ആ നെടുന്തൂൺ ഇതിനെക്കുറിച്ചൊന്നും റിയാക്ട് ചെയ്തില്ലല്ലോ. ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ഇത്രയും മോശമായിട്ട്, അതും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന വേദിയിൽ പ്രൈം മിനിസ്റ്റർ രാഷ്ട്രീയം പറയുമ്പോൾ അവിടെ വെച്ച് തന്നെ ചുട്ട മറുപടി കൊടുക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രിയല്ലേ, മുഖ്യമന്ത്രിക്ക് മൈക്ക് എടുക്കാമല്ലോ എപ്പോൾ വേണമെങ്കിലും. അങ്ങേയറ്റം ആദരവോടുകൂടി തന്നെ പ്രധാനമന്ത്രിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാമല്ലോ. ഈ വേദി ഇതിന് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാമായിരുന്നല്ലോ. പ്രതിപക്ഷ നേതാവ് വേദിയിലുണ്ടായിരുന്നില്ല, BJP അധ്യക്ഷനുണ്ടായിരുന്നു. അതെ, അപ്പം ഞാനിപ്പം കണ്ടു. പിന്നെ ഈ പരിഭാഷകളെ നിശ്ചയിച്ചത് കേരള ഗവൺമെൻറ്റാണ്. പ്രസംഗകരെയും സാധാരണ പ്രൈം മിനിസ്റ്റർ പരിപാടിക്ക് പോകുമ്പം അതിന് പ്രോട്ടോക്കോൾ ഉണ്ട്, അതൊക്കെ നമുക്കും അറിയാം. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് PMO ആണ് ഇതൊക്കെ ഫൈനലായിട്ട് ക്ലിയർ ചെയ്യുന്നത്. ആരാണ് ഇരിക്കേണ്ടത് അതൊക്കെ തീരുമാനിക്കുന്നത് ക്ലിയർ ചെയ്യുക. സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് അവർ ചെയ്യുക. പക്ഷേ PMOൻ്റെ ക്ലിയറൻസ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ പരിഭാഷ PMO ക്ലിയർ ചെയ്തതല്ലേ. PMO ക്ലിയർ ചെയ്യാതെ ഒരാൾക്കും പരിഭാഷ നടത്താൻ പറ്റില്ല. PMO ക്ലിയർ ചെയ്യാതെ പ്രൈം മിനിസ്റ്റർ പോലുള്ള പ്രസംഗം നടത്താനേ പറ്റില്ല. അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ലാപ്സാണ് PMOൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. PMO ക്ലിയർ ചെയ്യാതെയാണ് ആ തർജ്ജമ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് വലിയ ലാപ്സാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി അങ്ങനെ മുന്നോട്ട് പറയാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? പുള്ളിക്ക് സ്വന്തം സുഹൃത്തിനെ അങ്ങ് കാണുമ്പം മതിമറക്കും. ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിനെ കാണുമ്പം മതിമറന്നു പോവും നമ്മുടെ പ്രധാനമന്ത്രി. അതാണ് സംഭവിച്ചു പോയത്, വേറൊന്നുമല്ല. അപ്പോൾ അദാനിയുടെയും മോഡിയുടെയും ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ചങ്ങാത്തങ്ങളെ എതിർക്കുന്ന രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന് വിമർശിക്കാതിരിക്കാനും പറ്റില്ല. കാരണം ഏറ്റവും ഉത്തമ സുഹൃത്ത് അടുത്തിരിക്കുകയല്ലേ. ഈ മോദി സർക്കാരിനെ പ്രശംസിച്ചിട്ടുള്ള തരൂരിന്റെ പ്രസ്താവനകൾ കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. അതല്ലേ നരേന്ദ്രമോദി എന്ന വേദിയിൽ സൂചിപ്പിച്ചത്? നിങ്ങൾ നരേന്ദ്രമോദി ഇന്ന് സൂചിപ്പിച്ചത് എങ്ങനെ പറയാൻ പറ്റുന്നു? നരേന്ദ്രമോദി പിണറായി വിജയനും തരൂരിനും പേര് പറഞ്ഞിട്ടാണ് ഇന്ത്യ മുന്നണിക്കെതിരായിട്ട് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ കാണാൻ പറ്റുന്നു? അത് കാണാൻ പറ്റില്ല. ഈ ക്ഷണിച്ചതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണല്ലോ, അത് സ്ഥാപിക്കാനായി പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നില്ല? അങ്ങനെയല്ല. ഉമ്മൻചാണ്ടിയുടെ പ്രോജക്റ്റാണെന്ന് ഇപ്പം നിങ്ങൾ കേരളത്തിലൊരു വോട്ടെടുപ്പ് നടത്തി വയ്ക്കുമോ? 90% പേരും പറയും. ഞങ്ങളിപ്പോൾ നോക്കി, ഇന്നലെ ഇന്നൊക്കെ പബ്ലിക് മൂഡ് നോക്കിയിട്ടുണ്ട്. കൃത്യമാണ് 90% പേരും പറയും ഇത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പ്രോജക്റ്റാണെന്ന്. അതിന് പ്രതിപക്ഷ നേതാവ് അവിടെ പോയിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവിനെ പോലെ ആളെ വിളിക്കുമ്പം അതിന് കാണിക്കേണ്ട സാമാന്യമായ മര്യാദ പോലും കാണിക്കാതെ ആ പദവിയെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അവിടെ പോയിരിക്കാൻ ഇങ്ങനെ പ്രതിപക്ഷ നേതാവിന് പറ്റും? പക്ഷെ ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടില്ല. ഞങ്ങൾ MP ഉണ്ടായിരുന്നു, MLA ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാത്ത ചടങ്ങിൽ MP ആ ഒരു ഇതിൽ പങ്കെടുക്കുമ്പോഴും പാർട്ടിയുടെ ഒരു പ്രാതിനിധ്യം എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ നേതാവ് വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ MP MLA അല്ലല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയോട് കാണിച്ച അനാദരവിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു പ്രതിഷേധമാണ്. അത് പാർട്ടിയിൽ ആലോചിച്ചിട്ടാണ് അദ്ദേഹം തീരുമാനം എടുത്തത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. അവിടെ ഇരിക്കുന്ന പ്രധാനമന്ത്രി അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. മുഖ്യമന്ത്രി പിന്നെ മിണ്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിരുന്നാലും കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 2-3 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതികരണം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജനങ്ങൾ അത് സ്വീകരിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിട്ട് തന്നെയാണ്. അല്ല, അത് MP MLA പങ്കെടുക്കുന്നില്ല. നമ്മൾ അത് പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെ തീരുമാനിച്ചിട്ട് തന്നെയാണ് പങ്കെടുത്തത്, അല്ലാതെ അല്ല. പദ്ധതി നേരത്തെ നടക്കാതെ പോയത് UPA സർക്കാരിന്റെ കാലത്ത് വേണ്ടത്ര പിന്തുണ ലഭിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഒരു പദ്ധതി നടപ്പിലാക്കുമ്പം ആ നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള നടപടികളെ ഉണ്ടായിട്ടുള്ളൂ. ആ കാലത്തും അതിനകത്തൊന്നും വരെ ഉണ്ടായിട്ടില്ല. ഈ PV അൻവർ UDF-ലേക്ക് അതിപ്പോൾ അതൊക്കെ അവിടെ തീരുമാനിക്കുന്ന കാര്യം. ഇതിപ്പം എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട്. അവിടെ UDF തീരുമാനിക്കാൻ അവകാശമുണ്ടല്ലോ, അവരല്ലേ തീരുമാനിക്കുന്നു. അല്ല, ഞാൻ അതിനെക്കുറിച്ച് അറിയില്ല സഹോദര. അത് അവിടെ തീരുമാനിക്കും, അവരോട് പറയാം.